ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോയ പ്രതിനിധി സംഘങ്ങളെ കാണാനൊരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പ്രതിനിധി സംഘങ്ങളുമായുള്ള കൂടിക്കാഴ്ച നടത്തുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യം മടങ്ങിയെത്തുക. ഇതിനിടെ പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിനായുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള സാഹചര്യം ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലെത്തി വിശദീകരിച്ച ശേഷമാണ് BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം മടങ്ങിയെത്തിയത്. MIM MP അസദുദ്ദീൻ ഒവൈസിയും സംഘത്തിൽ അംഗമായിരുന്നു. റഷ്യ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ച കനിമൊഴി നേതൃത്വം നൽകുന്ന സംഘവും ജപ്പാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെത്തിയ സഞ്ജയ് ഝാ നയിച്ച ജോൺ ബ്രിട്ട സംഘമായ സംഘവും ഇന്ന് മടങ്ങിയെത്തുന്നുണ്ട്. ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് വെള്ളിയാഴ്ചയെ മടങ്ങിയെത്തുകയുള്ളൂ. സംഘങ്ങളുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ പ്രത്യേക കൂടിക്കാഴ്ച നടത്തും. അടുത്തയാഴ്ച പ്രധാനമന്ത്രി പ്രതിനിധി സംഘങ്ങളെ ആകെ കാണുന്നുണ്ട്. ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു നിൽക്കുക എന്ന സന്ദേശമാണ് എല്ലാ രാജ്യങ്ങളിലും സംഘങ്ങൾ നൽകിയത്. ഇന്ത്യയുടെ നീക്കം ഭീകരവാദത്തിനെതിരെ മാത്രമായിരുന്നുവെന്നതും സംഘം വിശദീകരിച്ചു. വിവിധ രാജ്യങ്ങളുടെ പ്രതികരണം സമ്മിശ്രമാണെങ്കിലും ഇന്ത്യയിൽ ഭീകരവാദികളെ സ്പോൺസർ ചെയ്യുന്നവർക്കെതിരായ ഒറ്റക്കെട്ടായ വികാരം അറിയിക്കാനായെന്നാണ് വിദേശകാര്യ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്തെന്ന വിദേശത്തു നിന്നുള്ള ഒരു ചോദ്യത്തിന് കനിമൊഴി നൽകിയ ഇന്ത്യയുടെ ദേശീയ ഭാഷ നാനാത്വത്തിൽ ഏകത്വമാണ് എന്ന മറുപടിയടക്കം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ്. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി സ്പെയിനിലേക്ക് പോയ സർവകക്ഷി സംഘത്തെ നയിക്കുന്ന DMK MP കനിമൊഴി കരുണാനിധിയുടെ ഒരു പ്രസംഗമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഭാഷയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഭാഷ നാനാത്വത്തിൽ ഏകത്വമാണെന്നായിരുന്നു അവരുടെ മറുപടി. തന്റെ പ്രതിനിധി സംഘം ലോകത്തെ അറിയിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു സന്ദേശമാണിതെന്നാണ് അവർ പറഞ്ഞത്. ഇന്ത്യയുടെ ദേശീയ ഭാഷാ ഐക്യവും വൈവിധ്യവുമാണ് ഈ പ്രതിനിധി സംഘം ലോകത്തിന് നൽകുന്ന സന്ദേശം. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതാണ്. മാഡ്രിഡിലെ ഇന്ത്യൻ പ്രവാസികളിൽ ഒരാളുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞത്. തമിഴ്നാട്ടിലെ DMK സർക്കാരും കേന്ദ്രവും തമ്മിൽ ഭാഷയെ ചൊല്ലി, പ്രത്യേകിച്ച് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ ഫോർമുലയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായ കടുത്ത പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യവും അവരുടെ ഉത്തരവും. നമ്മുടെ രാജ്യത്ത് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിർഭാഗ്യവശാൽ നമ്മൾ വഴിതിരിച്ചു വിടപ്പെടുന്നു. നമ്മൾ തീവ്രവാദത്തെ നേരിടേണ്ടതുണ്ട്. യുദ്ധം തികച്ചും അനാവശ്യമാണ്. ഇന്ത്യ സുരക്ഷിതമായ സ്ഥലമാണെന്നും കാശ്മീർ സുരക്ഷിതമാണെന്നും സർക്കാർ ഉറപ്പാക്കുമെന്നും DMK MP കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കാർ എന്ന നിലയിൽ ഇന്ത്യ സുരക്ഷിതമാണെന്ന സന്ദേശം നമ്മൾ വ്യക്തമാക്കണം. അവർ എന്തു വേണമെങ്കിലും ശ്രമിച്ചേക്കാം, പക്ഷേ അവർക്ക് നമ്മളെ വഴിതെറ്റിക്കാൻ കഴിയില്ല. കാശ്മീർ സുരക്ഷിതമായ ഒരു സ്ഥലമായി തുടരുമെന്ന് ഞങ്ങൾ ഉറപ്പാക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി. കനിമൊഴി നയിക്കുന്ന സംഘത്തിന്റെ 5 രാജ്യ സന്ദർശനത്തിന്റെ അവസാന ഘട്ടമാണ് സ്പെയിൻ. അതിനുശേഷം അവർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തും. സമാജ്വാദി പാർട്ടി MP രാജീവ് കുമാർ റായ്, BJPയുടെ ബ്രിജേഷ് ചൌട്ട, AAPയുടെ അശോക് മിത്തൻ, RJDയുടെ പ്രേംചന്ദ് ഗുപ്ത, മുൻ നയതന്ത്രജ്ഞൻ മഞ്ജീവ് സിംഘി പുരി എന്നിവരാണ് സംഘത്തിൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.